മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി. പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിൽ വെച്ചാണ് യുവജന റാലിയും പൊതുയോഗവും നടത്തുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത, വിദ്യാഭ്യാസാഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി. പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിലാണ് യങ് ഇന്ത്യ ക്യാമ്പയിൻ ഒരുക്കുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4 മണിക്ക് യുവജന റാലിയോടെയാണ് പരിപാടി ആരംഭിക്കുക. കൊടുമുണ്ട വളവിൽ നിന്നും യുവജന റാലി ആരംഭിക്കും. മേലേക്ക് കൊടുമുണ്ടയിൽ നടക്കുന്ന പൊതുയോഗം രാജ്യസഭാ MP ഡോക്ടർ വി ശിവദാസൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ എല്ലാ വർഷവും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15 ആഘോഷങ്ങളുടെ മാത്രം ഒരു വേദിയായി സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയല്ല ഡിവൈഎഫ്. രാജ്യത്തെ യുവജനങ്ങളുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ അതാത് കാലത്തെ പ്രയാസങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സമരവേദിയായിട്ടാണ് ആഗസ്റ്റ് 15 ഡിവൈഎഫ്ഐ കാണാറ്. ഈ ആഗസ്റ്റ് 15 കേരളത്തിൽ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യമാണ് ഇത്തവണത്തെ ആഗസ്റ്റ് 15 ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കുന്ന ആഗസ്റ്റ് 15 യങ് ഇന്ത്യ ക്യാമ്പയിൻ പട്ടാമ്പിയിൽ കൊടുമുണ്ടയിൽ വെച്ചാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്. മുതല പഞ്ചായത്തിലെ മേലെ കൊടുമുണ്ട സെന്ററിലാണ് യങ് ഇന്ത്യ ക്യാമ്പയിന്റെ പൊതുയോഗം സംഘടിപ്പിക്കപ്പെടുന്നത്. പൊതുയോഗത്തിന് മുമ്പായി യുവജന റാലി പഴയ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് യുവജന റാലി സംഘടിപ്പിക്കപ്പെടും. യുവജന റാലിയിൽ 1000 യുവജനങ്ങളാണ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി കേന്ദ്രീകരിച്ച് പങ്കെടുക്കും. ആ യുവജന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുയോഗത്തിൽ രാജ്യസഭാ MPയും SFIയുടെ പഴയ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള സഖാവ് ഡോക്ടർ വി ശിവദാസൻ ആ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന നിലയിൽ ചില ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ലോകകപ്പ് ഫുട്ബോൾ പ്രവചന ഫ്രീ കിക്ക് മത്സര വിജയികളെ ചടങ്ങിൽ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M ശങ്കരൻകുട്ടി, കൺവീനർ N നീരജ്, ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി PR രജീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K റോഷൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം KB വിപിൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. രാജ്യത്ത് യുവജനതയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രാജ്യ തലസ്ഥാനത്ത് വലിയൊരു പോരാട്ടം നടത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏകദേശം 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അവരുടെ ഭാവി ജീവിതം ഒരു വലിയ തോതിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ അവരുടെ ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് ഉത്തരവാദികളായവർക്കെതിരായ അതിശക്തമായ പോരാട്ടമാണ് നടന്നു കഴിഞ്ഞത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കുറച്ചു കാലമായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ദംശനം, അതുപോലെ തന്നെ വർഗീയമായ ചേരിതിരിക്കല്, ഭരണഘടന തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ, ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ചില ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറി. ജനാധിപത്യം വലിയ തോതിൽ അപകടപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് ഇത്തവണ യുവജനങ്ങളും വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും എല്ലാ വിഭാഗവും വലിയ സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.